10ാം ക്ലാസ്സിൻ്റെ 4th ചാപ്റ്ററായ കീപ്പിംഗ് ഡിസീസസ് എവേ എന്നതിലെ പേജ് നമ്പർ 61ലുള്ള വൈറൽ ഡിസീസസിനെ കുറിച്ചാണ് ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിൽ കൂടി നമ്മൾ പഠിച്ചത്. പ്രധാനമായും നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് എന്നീ 3 വൈറൽ ഡിസീസുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വളരെ റീസെൻ്റ്ലി ആയിട്ട് കേരളം ഫേസ് ചെയ്ത വളരെ മാരകമായ ഒരു ഡിസീസായിരുന്നു നിപ്പ. നിപ്പ വാസ് ദി മോസ്റ്റ് ഫേറ്റൽ ഓഫ് ദി ഡിസീസസ് ദാറ്റ് കേരള ഫേസ്ഡ് റീസെൻ്റ്ലി എന്ന് നമ്മൾ പഠിച്ചു. ദിസ് ഈസ് എ വൈറൽ ഡിസീസസ്. ആ നിപ്പ വൈറസ് എങ്ങനെയെല്ലാമാണ് ട്രാൻസ്മിറ്റഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ കൂടി വ്യക്തമാക്കാൻ സാധിച്ചു. അതായത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണ് ഇതിൻ്റെ പ്രധാന കേസിംഗ് ഓർഗാനിസം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ബാറ്റ്സിൽ നിന്നും ആ ബാറ്റ്സിൻ്റെ സലൈവയിൽ കൂടി അല്ല യൂറിനിൽ കൂടി നേരിട്ട് ഡിസീസസ് വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. അതല്ല എങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ വൈറസ് ബാറ്റിൽ നിന്നും പിഗിലെത്തി പിഗിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിമൈനിങ്സ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബാറ്റ്സ്. ആ റിമൈനിങ് വരുന്നത് നമ്മൾ ഈറ്റ് ചെയ്താൽ നമ്മളിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് ഒരു മെത്തേഡ് ആ റിമൈനിങ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ പിഗ്സ്. ആ പിഗിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നു. ദെൻ ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ അഫക്റ്റഡ് പേഴ്സൺ ടു അനദർ. ഇതെല്ലാമാണ് നിപ്പയെക്കുറിച്ച്, നിപ്പയുടെ ട്രാൻസ്മിറ്റിംഗ് മെത്തേഡുകൾ എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ചില പോയിന്റുകളുണ്ട്. നാച്ചുറൽ വെക്ടർ ഓഫ് നിപ്പ വൈറസ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് ഈസ് ദി നാച്ചുറൽ വെക്ടേഴ്സ് ഓഫ് നിപ്പ വൈറസ്? ഇത് എഴുതാം. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആസ് ദി നിപ്പ വൈറസ് വെക്ടേഴ്സ് എന്ന് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് ദി സിറ്റുവേഷൻ ദാറ്റ് എനേബിൾ ദി വൈറസ് ടു എൻ്റർ ഹ്യൂമൻ ബീയിങ്സ്. ഈ ഫ്ലോ ചാർട്ടിൽ കാണുന്നതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ പോയിന്റ് നമുക്ക് എഴുതാം. വൈറസ് എൻറ്റേഴ്സ് ഹ്യൂമൻ ത്രൂ ഡിഫറെൻ്റ് മീൻസ്. ഡയറക്ട്ലി ഫ്രം ബാറ്റ്സ്, ത്രൂ ഇറ്റ്സ് സലൈവ ആൻഡ് യൂറിൻ, ത്രൂ റിമെയിൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബാറ്റ്സ്, ത്രൂ പിഗ് which eat the remains of fruits eaten by bats, from patient to healthy patient through air. അങ്ങനെ ഇതാണ് നമ്മൾ ഒരു വൈറസ് ഡിസീസായ നിപ്പയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. മറ്റൊരു വൈറസ് ഡിസീസായ എയ്ഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. എയ്ഡ്സ് എന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം is a dreadful disease that was gripped the world by fear എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ച ലിംബോസൈറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണൈസേഷൻ കപ്പാസിറ്റി നൽകുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ലിംബോസൈറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദി ബോഡി. HIV enter the body and multiples using the genetic mechanism of a lymphocyte. ഈ HIV നമ്മുടെ ബോഡിയിൽ കയറി മൾട്ടിപ്പിൾ ചെയ്ത് നമ്മുടെ ലിംബോസൈറ്റിൻ്റെ ജനറ്റിക് മെക്കാനിസത്തിൽ ഉപയോഗിക്കുന്നു എന്നും hence the number of lymphocytes decreases considerably and reduce the immunity of body എന്ന് നമ്മൾ മനസ്സിലാക്കി. Various other pathogen which enter the body in such a situation make a condition of AIDS. അതായത് നമ്മുടെ ലിംബോസൈറ്റുകളുടെ നമ്പർ കുറയ്ക്കുന്നത് മൂലം
നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി റെഡ്യൂസ് ചെയ്യുകയും അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് മൂലം അതർ പാതോജൻസ് വിച്ച് എൻ്റർ ഇൻ ടു ദി ബോഡി സച്ച് കണ്ടീഷൻ ഈസ് കോൾഡ് എയ്ഡ്സ്. അങ്ങനെ പ്രതിരോധം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റ് രോഗാണുക്കൾ കയറുന്ന ആ അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, എയ്ഡ്സ് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഹൗ ഡസ് HIV മൾട്ടിപ്പിൾസ് ഇൻ ദി ഹ്യൂമൻ ബോഡി? അതിൻ്റെ ആൻസർ, HIV enter the body and multiples using the genetic mechanism of lymphocyte എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് പോയിന്റ്, the number of lymphocytes and AIDS. ഇത് തമ്മിലുള്ള ബന്ധം. ആൻസർ, the number of lymphocytes decreases. നെക്സ്റ്റ് പോയിന്റ്, the condition that make AIDS fatal. ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ മുതൽ തന്നെ എഴുതാം. The number of pathogens decrease considerably and reduce the immunity of the body. Whereas other pathogen which enter the body in such a situation make the condition of AIDS even more fatal. എന്ന് നമുക്ക് ആൻസർ എഴുതാം. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. What are the ways by which one get infected with HIV? ഒരാൾക്ക് എങ്ങനെയെല്ലാമാണ് HIV രോഗിയാകുന്നത്? പ്രധാനമായും 4 പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതായത് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഒരു HIV ബാധിതനുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിലുണ്ടായാൽ. ദെൻ അടുത്ത പോയിന്റ്, ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദി ഫീറ്റസ് ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻറ്റ്. HIV കമ്പോണൻറ്റ് ഉള്ള നീഡിലും സിറിഞ്ചും ഷെയർ ചെയ്യുന്നത് വഴി, ദെൻ ത്രൂ ദി റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻ കണ്ടാമിനേറ്റഡ് വിത്ത് HIV, ബ്ലഡ്, ഓർഗൻ ഇവ സ്വീകരിക്കുന്നത് വഴി രോഗം പകരാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത പോയിന്റ്. എന്താണ്? എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. എങ്ങനെയെല്ലാം രോഗം എയ്ഡ്സ് സ്പ്രെഡ് ആകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത്. ഏതൊക്കെ? ബൈ ടച്ചിങ്, ഷേക്കിംഗ് ഹാൻഡ്, കഫിങ്, സ്നീസ് എക്സെട്ര. ഈ രീതിയിൽ എയ്ഡ്സ് സ്പ്രെഡ് ആകുന്നില്ല. ദെൻ ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, ഇതിൽ കൂടി പകരുന്നില്ല. ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ഫുഡ്. ദെൻ ബൈ യൂസിങ് സെയിം ടോയ്ലറ്റ്, ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ സെയിം പോണ്ട്. ഈ രീതിയിലൊന്നും എന്താണ് എയ്ഡ്സ് പകരുന്നില്ല എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. AIDS is a dreadful disease caused by a virus called HIV. Lymphocytes plays a major role in providing immunity to the body. HIV enters the body and multiplies using the genetic mechanism of lymphocytes. Hence, the number of lymphocytes decreases considerably and reduces the immunity of the body. Various other pathogens which enter the body in such a situation make the condition of AIDS even more fatal. The ways by which one gets infected with HIV: through sexual contact with HIV infected person, from HIV infected mother to the fetus, by sharing needles and syringes contaminated with HIV components, through the reception of blood and organs contaminated with HIV. AIDS not spread through touch, shaking hands, coughing, sneezing, etc. Through insects like mosquitoes, houseflies, etc. By staying together and sharing food, by using the same toilet, by taking bath in the same pond.
അതിനുശേഷം അടുത്ത ഒരു വൈറസ് ഡിസീസായ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹെപ്പറ്റൈറ്റിസ് ഈസ് ഓൾസോ കേസ്ഡ് ബൈ വൈറസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ ഒരു പോയിന്റ് എഴുതാം. വാട്ട് ഈസ് ദി കേസിറ്റീവ് ഏജന്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്? നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. എന്താണ് അതിൻ്റെ കേസിറ്റീവ് ഓർഗൻ? നമുക്ക് പറയാം വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ഈസ് ഓൾസോ കേസ്ഡ് ബൈ വൈറസ്. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ആർ ദി സിംറ്റംസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്? ഒരു പോയിന്റ് ഇത് എഴുതാം, ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിവർ. നെക്സ്റ്റ് പോയിന്റ്, dark yellow color to the mucous membrane, white portion of the eyes and the nails. ഇത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻ്റ് dark yellow color seen in the white portion of the eye and the nail. Why? അതിൻ്റെ ആൻസർ നമുക്ക് ഇതാണ്. when flow of bile secreted by the liver is blocked, an increase in the level of bile pigment called bilirubin in blood is noticed. This impart dark yellow color to the mucous membrane, white portion of the eye and the nail എന്ന് നമ്മൾ മനസ്സിലാക്കി. How is the transmission of hepatitis disease എന്ന് നമുക്ക് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എഴുതാം. ഡിസീസസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീഷ്യ ഓഫ് ദി പേഷ്യൻ്റ്. അങ്ങനെ പ്രധാനമായും ഈ 3 വൈറസ് ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിലും അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ മറ്റ് ചില പ്രധാന വൈറസ് ഡിസീസുകളെ കാണാറുണ്ട്. അവ മോസ്കിറ്റോ വഴി സ്പ്രെഡ് ആവുന്നത്. റൈറ്റ് ദി നെയിം ഓഫ് 2 വൈറൽ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ മോസ്കിറ്റോ. ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയയുമാണ്. ദെൻ സ്പ്രെഡ് ത്രൂ എയർ, ചിക്കൻ ബോക്സ്, സാഡ്സ് മുതലായവ. ത്രൂ ബോഡി ഫ്ലൂയിഡ്, എയ്ഡ്സ്, എംബോള. ത്രൂ ആനിമൽസ്, റാബീസ്. ഇതെല്ലാമാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ പ്രധാനമായും ഈ ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ വൈറസ് ഡിസീസുകളെ കുറിച്ച് പഠിച്ചുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗൽ ഡിസീസുകളെ കുറിച്ച് ആണ്. ഓക്കെ.